ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. ക്ലീനിങ് എന്ന് വെച്ചാൽ നമ്മുടെ വീട് മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ പോയിട്ട് പ്ലാനിങ് ഇല്ലാത്തൊരു പോക്കായിരുന്നു നമ്മൾ പോയത്. കല്യാണത്തിന് പോകാമെന്നും പറഞ്ഞ് പോയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു ക്ലീനിങ് ആണ് കേട്ടോ. ആദ്യത്തെ ക്ലീനിങ് ആണ് വീട്ടിലെ. തുടയ്ക്കുന്നില്ല, ഞാൻ എല്ലാം ഒന്ന് തൂത്തുവാരുന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ പോകുമ്പം എല്ലാം വലിച്ചു വാരി കിടക്കുമായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞിട്ടുള്ള നീലൂട്ടൻ്റെ അക്രമവും ആക്രാന്തമൊക്കെ കാരണം എല്ലാം നമ്മുടെ ഹാളും ബെഡ്റൂമും എല്ലാം അലങ്കോലമായിട്ട് കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ കൂടെ ഇന്ന് നീലൂട്ടനും കൂടുന്നുണ്ട് നമ്മുടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെ എല്ലാം അടുക്കളയിലെ സ്പൂണുകളും കാര്യങ്ങളും എല്ലാം അവിടെ കൊണ്ട് നിരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഈ 2 പാ എന്ന് പറയുന്നത് ചിലപ്പം ചേട്ടൻ ഇങ്ങനെ ടയേർഡായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് വരുമ്പം നമ്മൾ 3 പേരും കൂടെ ബെഡിൽ കിടക്കാനായിട്ട് ബെഡിൽ കിടക്കാനായിട്ട് ഇങ്ങനെ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു നീലൂട്ടൻ എൻ്റെ അടുത്തേ കിടക്കത്തുള്ളൂ. കിടന്നു കഴിഞ്ഞാൽ അവ അടങ്ങി കിടക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ ചേട്ടായിയെ ഡിസ്റ്റർബ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാ ഇട്ടിട്ട് ഹാളിൽ ഇവിടെ ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ ആ പായെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഹാളിലിരുന്ന സാധനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നീലൂട്ടൻ ഇങ്ങനെ ചെരുപ്പില്ലാതെ വെളിയിൽ ഇറങ്ങിപ്പോവും. എന്നിട്ട് ആ മണ്ണും കൊണ്ട് കല്ലും എല്ലാം കൂടെ കാണും, അതെല്ലാം ചവിട്ടി ഇങ്ങ് കൊണ്ടുവരും. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഗേറ്റ് ഞാൻ മുകളിൽ കുറ്റിയിട്ടിട്ട് പൂട്ടിങ്ങനെ ചുറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ആർക്കും പെട്ടെന്ന് തുറക്കാൻ പറ്റത്തില്ല. നീലൂട്ടൻ അങ്ങനെ നിൽക്കുമ്പം അങ്ങനെ തോന്നാം. അതുകൊണ്ട് ആർക്കും അങ്ങനെ പെട്ടെന്ന് തുറക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അത് പൂട്ടിൻ്റെ ചെയിൻ ഞാനിങ്ങനെ ചുറ്റി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തുറക്കാനായിട്ട് പാടാം. അപ്പം നമ്മുടെ സിറ്റ് ഔട്ടിൽ നമ്മുടെ എല്ലാവരുടെയും 3 പേരുടെയും ചെരുപ്പുകൾ ഇങ്ങനെ നിരത്തി വലിച്ച് വാരി ഇട്ടേക്കോട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പറക്കി അടുക്കി ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നീലൂട്ടനും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ദിവസത്തേനേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേനും 2 പേരും കൂടെ, അച്ഛനും മോനും കൂടെ ഇതിൽ നിന്ന് ഓരോ ചെരുപ്പ് ഇട്ടുകൊണ്ട് പുറത്തു പോവും. എന്നിട്ട് തിരിച്ച് വന്ന് അതേപോലെ തന്നെ തറയിൽ വലിച്ചു നിരത്തി ഊരിയിട്ടിട്ടും അകത്ത് കയറി പോവും. ഇനി എപ്പോഴെങ്കിലും ഞാൻ തൂക്കുമ്പം പിന്നെ അത് പറക്കി ഇങ്ങനെ വെച്ച് ഒരു ദിവസത്തേനേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു ഇതേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ട് തൂത്ത് കഴിഞ്ഞു. ഞാൻ തുടയ്ക്കുന്നില്ല കേട്ടോ. അപ്പം കാരണം നമ്മൾ 16 കഴിഞ്ഞിട്ടാണ് നമ്മുടെ പിന്നെ അപ്പച്ചി മരിച്ചിട്ട് 16 കഴിഞ്ഞിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്നുള്ളൂ എന്നൊരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ ആകുമ്പോഴത്തേന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ വീട് തറയ്ക്കും തുടയ്ക്കാം. അപ്പോൾ ഇപ്പം തൂത്തുവാരി ഇടാമെന്ന് വിചാരിച്ചേക്കുവാണ്. അങ്ങനെ നമ്മുടെ ഹാളിലോട്ട് വന്നു. ഹാളിൽ വരുമ്പോഴെന്ന് വെച്ചാൽ നീലൂട്ടൻ്റെ സൈക്കിള്, കസേരകൾ, പിന്നെ അവൻ്റെ തന്നെ ഒരു കുതിരയുണ്ട്. അതിനെ വലിച്ചുകൊണ്ടിങ്ങനെ നടക്കും. അതുകൊണ്ട് അവിടെ തൂക്കാനായിട്ട് ഇത്തിരി പാടാട്ടോ. ഓരോന്നോരോന്ന് മാറ്റിയിട്ട് തൂക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് തൂത്ത് വാരി വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യമൊന്നും. അത് കഴിഞ്ഞ് നമ്മുടെ ഹാളിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ഭാഗത്തോട്ട് പോയി. നമ്മുടെ ബെഡ് കട്ടിൽ കിടക്കുന്ന ആ ഭാഗത്തോട്ട് പോയി. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും, നമ്മൾ ബെഡ്റൂമിലല്ല കിടക്കുന്നത്, നമ്മൾ ഹാളിൽ ഒരു ചെറിയ ഭാഗമുണ്ട്, അവിടെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ബെഡ് മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കും കേട്ടോ. ആ ഷെൽഫിരിക്കുന്നുണ്ടോ, ആ ഷെൽഫിലിരിക്കുന്ന ബുക്കുകളും എല്ലാ സാധനങ്ങളും അവൻ കട്ടിലിൽ കയറിയിട്ട് എല്ലാം വാരി കട്ടിലിൻ്റെ മുകളിൽ വലിച്ച് നിരത്തിയിടും കേട്ടോ. ചിലപ്പം പേന എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ തന്നെത്താനെ കുത്തി വരയ്ക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരിക്കും. പിന്നെ അത് പറക്കി വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറക്കി വെക്കും. പക്ഷെ ചില സമയത്ത് ആൾ എന്തെങ്കിലും മൂഡ് ഓഫ് ആണെങ്കിൽ ചെയ്യത്തില്ല പറയുമ്പോൾ. പിന്നെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ അതെല്ലാം മാറ്റിയിട്ട് ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞു. പിന്നെ അവിടെയൊക്കെ ഒന്ന് തൂത്തു. ഇനി കട്ടിൽ നീക്കിയിട്ട് അവിടെ അപ്പുറത്തെ സൈഡും കൂടെ തൂക്കണം. അതാണ് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം, കട്ടിൽ നീക്കുന്നത്. എനിക്ക് ചില സമയത്ത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ചിലപ്പോൾ ടയേർഡായിട്ടൊക്കെ ഇരിക്കുന്ന ടൈമായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അതുകൊണ്ട് എന്നും അവിടെ തൂക്കത്തില്ല, കട്ടിലിൻ്റെ അടിഭാഗം എന്നും തൂക്കത്തില്ല കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലൊക്കെ, ഇല്ലെങ്കിൽ 1-2 ദിവസം കൂടുമ്പോഴൊക്കെ തൂക്കുമ്പം തോന്നുവാണെങ്കിൽ ചെയ്യും, അങ്ങനെ വേണമെങ്കിൽ പറയാം.
അപ്പം അത്രയും ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. കട്ടിലിൻ്റെ അടിഭാഗം എല്ലാം തൂത്ത്. വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ബെഡ് സെറ്റ് ചെയ്യണം. അപ്പം ബെഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബെഡ്ഷീറ്റ് വിരിക്കാൻ നേരമായിരിക്കും നീലൂട്ടൻ്റെ ആക്രാന്തം കാണുന്നത്. പിന്നെ ഇന്ന് എന്തായാലും നല്ല കുട്ടിയായിരുന്നു കേട്ടോ നീലൂട്ടൻ. എന്താണെന്നറിയത്തില്ല, ഒരു മൂശേട്ട കാര്യങ്ങളൊന്നുമില്ല, പറയുന്ന പോലെ എല്ലാം കേട്ടു. ബെഡ്ഷീറ്റ് പിടിച്ചിടാൻ പറഞ്ഞപ്പോൾ പിടിച്ചിട്ടു. പിന്നെ തലയണ എടുത്ത് ബെഡിൽ വെക്കാൻ പറഞ്ഞപ്പം എടുത്ത് അതേപോലെ അടുക്കി ഇങ്ങനെ മണ്ടയ്ക്ക് എടുത്ത് വെച്ചു. ആ ലാസ്റ്റ് എടുക്കുന്ന തലയണ ആളിനെ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, എന്നാലും വലിച്ചെടുത്ത് മേളിൽ വെച്ച് ഞാനൊരു ക്ലാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആളിന് സന്തോഷമായി. അങ്ങനെ എന്നെ സഹായിക്കുന്നുണ്ട്. ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ എന്നെ ഇപ്പോഴേ സഹായിക്കുന്നുണ്ട് കേട്ടോ. വലുതാകുമ്പോൾ എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ഇപ്പം എൻ്റെ കുഞ്ഞ് എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പം അടുത്തത് നമ്മുടെ ബെഡ്റൂമിലോട്ട് വന്നിട്ടുണ്ട്. ബെഡ്റൂമാണ് ഇതിനേക്കാളും ഏറ്റവും മോശപ്പെട്ട രീതിയിൽ കിടക്കുന്നത്. ഈ തറയിൽ കിടക്കുന്ന തുണി നമ്മൾ യൂസ് ചെയ്യുന്ന തുണിയല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ചേട്ടൻ ഈ കബോർഡ് ഒതുക്കിയപ്പം വേണ്ടാത്ത കുറേ തുണികൾ എടുത്ത് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണത്. ഞാൻ ഈ മടക്കുന്ന മുണ്ടുണ്ടല്ലോ, ആ മുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അബദ്ധം പറ്റിയതാട്ടോ. ഞാനൊരു ദിവസം എന്തിനോ വേണ്ടി കീറിയെടുത്തത്, പഴയ മുണ്ടാണെന്നും പറഞ്ഞിട്ട് കീറിയതാണ്. പക്ഷേ അത് നല്ല മുണ്ടായിരുന്നു ചേട്ടായി കൊടുക്കുന്നത്. എന്തായാലും വഴക്കൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റുമല്ലോ എന്നുള്ള നമ്മുടെ പഴമൊഴി ഉണ്ടല്ലോ, അതങ്ങ് പറഞ്ഞ് രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ തുണികൾ മാറ്റി ഞാൻ ആ പെട്ടി ഫ്രീ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ തുണികൾ വെക്കാനായിട്ട് ആ ഒരു കബോർഡ് എനിക്ക് തരാൻ പറഞ്ഞിട്ട് ചേട്ടയുടെ സാധനങ്ങൾ തുണികളെല്ലാം കൂടെ 2 കബോർഡിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടി ഫ്രീ ആയിരുന്നു. അപ്പം ഞാൻ വേണ്ടാത്ത നമ്മൾ യൂസ് ചെയ്യാത്ത കുറേ അധികം തുണികളുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടി ആ പെട്ടിക്കകത്ത്, വലിയ പെട്ടിക്കകത്താക്കി മാറ്റി വെച്ചു. അപ്പം നമുക്ക് അത്രയും എന്താ പറയുക, അത്രയും സ്പേസ് കൂടെ നമ്മുടെ തുണി വെക്കാനായിട്ട് കിട്ടുമല്ലോ. അപ്പം അതെല്ലാം അതിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂം ഒന്ന് തൂത്താൽ മാത്രം മതി. തൂക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ കിടപ്പുണ്ടായിരുന്നു തൂത്തു വരാനായിട്ട്. ഈ പറക്കി വെക്കുന്നതെല്ലാം നനയ്ക്കാനുള്ള തുണികളാട്ടോ. അത് പറ്റുമെങ്കിൽ ഇന്ന് നനച്ച് വെക്കണം. ഞാൻ വിചാരിച്ചു ആ ഒരു പേസ്റ്റ് ബോർഡിനകത്തോട്ട് നമുക്ക് നനയ്ക്കാനുള്ള തുണികൾ അതിലോട്ടിട്ടാൽ വലിച്ചു വാരിയിടണ്ടല്ലോ. അപ്പോൾ അതിൽ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബെഡ്റൂം ഒന്ന് തൂക്കാം. അവിടെ ഒരു ബെഡ് കിടപ്പുണ്ട്, എന്ന് വെച്ചാൽ മെത്ത കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ മെത്ത മൊത്തം ഭയങ്കര പൊടിയാണ്. ഈ നീലൂട്ടം വന്ന് ചാടി കയറുന്നതൊക്കെ അതിനകത്തോട്ടാണ്. അപ്പോൾ അതും കൂടി ഒന്ന് തട്ടിക്കുടഞ്ഞ് തൂത്ത് വാരി കഴിഞ്ഞാൽ, അടുക്കളയും കൂടെ തൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലീനിങ് കഴിഞ്ഞു. ഒരു തട്ടിക്കൂട്ട് ക്ലീനിങ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വീട്ടിലോട്ട് എനിക്ക് കയറുമ്പോൾ നല്ല വൈബാണ്. എന്ന് വെച്ചാൽ നല്ല സമാധാനമുണ്ട്. സാധാരണ ഈ വലിച്ചു വാരി ഇട്ടേക്കുവാണ് ഞാനിങ്ങോട്ട് കയറുമ്പോഴേക്ക് ഭയങ്കര എനിക്ക് എന്താ പറയുന്നത്, അത് പിന്നെ അത് ഒതുക്കി പറക്കി വെക്കാതെ ക്ലീൻ ചെയ്യാതെ എനിക്കൊരു സമാധാനം കാണത്തില്ലേ. റെസ്റ്റ് എടുക്കാൻ പോലും എനിക്ക് തോന്നത്തില്ല. അങ്ങനെ ചിലപ്പോൾ ശീലിച്ചതുകൊണ്ടായിരിക്കും. പണ്ട് ഈ സ്വഭാവമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് ഈ സ്വഭാവമൊക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.